നമസ്കാരം. ഏറ്റുമാനൂരിലെ NDA സ്ഥാനാർത്ഥി 2020 പ്രതിനിധീകരിച്ച് NDAക്ക് വേണ്ടി ഏറ്റുമാനൂരിൽ മത്സരിക്കുന്ന ആതിര D. നായർ ജെൻസിക്കിടയിൽ എന്തായാലും വൈറലാവുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും വളരെ പക്വതയോടുകൂടി, പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടുകൂടി ചോദ്യങ്ങളെ നേരിട്ട് അതിന് കൃത്യമായ മറുപടികൾ നൽകുന്നതിലുള്ള പ്രാവീണ്യം ആതിര D. നായർ തെളിയിക്കുന്നത് ദൈനംദിനമെന്നോണം നമ്മുടെ മുമ്പിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങൾ, നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിന് ആതിര D. നായർക്ക് അത്രയൊരു പ്രാമുഖ്യം നൽകുന്നില്ല എങ്കിൽ പോലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ വൈറലാവുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയത്തിലെ മുൻപരിചയത്തെക്കുറിച്ച്, പ്രവർത്തന പരിചയത്തെക്കുറിച്ചുള്ളൊരു ചോദ്യത്തെ ആതിര D. നായർ നേരിട്ട സംഭവമാണ്. പ്രവർത്തന പരിചയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് തന്നെ എൻ്റെ എതിരാളിയായി ഏറ്റുമാനൂരിൽ മത്സരിക്കുന്ന വാസവൻ സാർ, അതായത് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവൻ, അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കള്ള് ഷാപ്പിൽ കറി എടുത്തു കൊടുക്കുന്ന ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ രാഷ്ട്രീയ പരിചയം എന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു ചോദ്യം തന്നെ അപ്രസക്തമാണ്. കാരണം ഒരു രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം സ്വന്തം കഴിവ് കൊണ്ടാണ് ഒരാൾ പ്രവർത്തന പരിചയം നേടുന്നതും ഒരു സമൂഹത്തിന് മുമ്പിൽ ആ കഴിവ് തെളിയിക്കുകയും ചെയ്യുന്നത് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ആതിര D. നായർ മാധ്യമങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ചോദ്യത്തിന് മറുപടിയായി നൽകുകയുണ്ടായി. അതിന് ഒരു പരിധിയില്ലാത്ത കയ്യടിയാണ് പ്രത്യേകിച്ച് ജെൻസിയുടെ ഇടയിൽ നിന്ന് ആതിര D. നായർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല ആതിര D. നായരെ ഞാൻ ഇപ്പോൾ പരാമർശിക്കുന്നു. കാരണം ആതിര D. നായരുടെ ഒരു പ്രസക്തി അവരുടെ രാഷ്ട്രീയ എതിരാളികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു സമാനതകളില്ലാത്തൊരു ആക്രമണമാണ് ആതിര D. നായർക്ക് ഏറ്റുമാനൂരിൽ നേരിടേണ്ടി വരുന്നു. ആലോചിച്ച് നോക്കൂ, ഒരു പൊതുവേദിയിൽ KSRTC ബസ്സിലെ പടികളുടെ ഉയരം കുറച്ചത് സംബന്ധിച്ചുള്ളൊരു കാര്യം ആതിര D. നായർ പ്രസംഗിക്കുകയുണ്ടായി. അതിന് കേന്ദ്ര സർക്കാരാണ് അത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നതെന്ന് ആതിര D. നായർ പ്രസംഗിച്ചു. അപ്പോൾ ചാടി ഇറങ്ങി ഒരു സ്നേഹ ശ്രീകുമാർ. വല്ലപ്പോഴുമൊക്കെ ചില പരിപാടികളുടെ ക്ലിപ്പുകൾ വരുമ്പോൾ അവരെ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇവരാരാണെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് വലിയ പൊതുവിജ്ഞാനമൊന്നുമില്ലായിരുന്നു ഇവരെ സംബന്ധിച്ച്. പക്ഷെ അവരുടെ ഒരു പ്രസ്താവന, കുട്ടി ആരോ എന്തൊക്കെയോ മണ്ടത്തരം പഠിപ്പിച്ച് വിട്ടിരിക്കുകയാണ് എന്നുള്ളൊരു തീർത്തും പരിഹാസ രൂപേണയുള്ളൊരു പ്രസ്താവനയോ ഫേസ്ബുക്ക് പോസ്റ്റോ പുറത്തു വന്നു. എന്നാൽ കൃത്യമായിട്ട് വസ്തുതാപരമായ ആതിര D. നായർ അതിനെ പ്രതിരോധിച്ച് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് അത് പറഞ്ഞത്, ഇന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് വാസ്തവമാണ് എന്നുള്ള കാര്യങ്ങൾ പൊതുമണ്ഡലത്തിൽ ആതിര D. നായർ എത്തിച്ചതോടുകൂടി സ്നേഹ ശ്രീകുമാർ, അതാണ് അവരുടെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്ര പരിചിതയല്ല അവർ. പക്ഷേ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന വന്നപ്പോൾ ഞാൻ അവരെ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞ വ്യക്തി തീർത്തും അപ്രത്യക്ഷയായി. അതായത് കൃത്യമായിട്ടുള്ള മറുപടികളിലൂടെയും കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചുവടുവെപ്പുകളിലൂടെയും മുന്നോട്ട് പോകുന്ന ഒരു യുവതയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ആതിര D. നായർ എന്നുള്ളതാണ് അവരെ ശ്രദ്ധേയയാക്കുന്നത്. ഒപ്പം തന്നെ ബീഹാറിലെ മൈഥിലി ഠാക്കൂറുമായിട്ടുള്ള ഒരു താരതമ്യം. 26-ാമത്തെ വയസ്സിൽ ബീഹാറിലെ MLA ആയി BJPക്ക് വേണ്ടി ബീഹാർ നിയമസഭയിലെത്തിയ മൈഥിലി ഠാക്കൂർ ഒരു പാട്ടുകാരിയാണ്. ആ ഗായിക എന്നുള്ളൊരു പ്രശസ്തി ഉപയോഗിച്ച് തന്നെ ഒരു ഹൈന്ദവ ആചാരങ്ങളെ പിന്തുടർന്ന്, എന്നാൽ പോപ്പോ അല്ലെങ്കിൽ ആധുനിക സംഗീതത്തിലേക്ക് വീഴാതെ, ആധുനിക സംഗീതം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ തൻ്റെ രാജ്യത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ തനതായിട്ടുള്ള കലകളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മൈഥിലി ഠാക്കൂർ ഒരു MLA ആയി വിജയിച്ചതിന് ശേഷവും ഇപ്പോഴും വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള പ്രവൃത്തികളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു MLA എന്നുള്ള നിലയിൽ അവരുടെ കർമ്മം അവരനുഷ്ഠിക്കുന്നത് നിരവധി പൊതുമണ്ഡലങ്ങളിലോ അല്ലെങ്കിൽ പൊതുവേദികളിലോ, എന്തിന് നിയമസഭയ്ക്കുള്ളിൽ തന്നെ കയ്യടി നേടുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള മൈഥിലി ഠാക്കൂറുമായിട്ടാണ് ആതിര D. നായരെ ഇപ്പോൾ ജനം താരതമ്യം ചെയ്യുന്നത്. ആ താരതമ്യം ആതിര D. നായരെ സംബന്ധിച്ച് ഒരു അഭിമാനകരമായിട്ടുള്ളൊരു താരതമ്യമാണെന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ആതിര D. നായർ വിജയിച്ചാലും പരാജയപ്പെട്ടാലും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ആതിര D. നായരുടെ വിജയസാധ്യത വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. പക്ഷേ എതിരാളി അത്ര നിസ്സാരനല്ല. പ്രധാന എതിരാളിയായ വാസവൻ ആ മണ്ഡലത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ പരിചിതനാണ്. കാലാകാലങ്ങളായി അവിടെ പ്രവർത്തിച്ചുള്ള പരിചയമുണ്ട്. ഒപ്പം LDF പോലെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന രാഷ്ട്രീയ കക്ഷിയുടെ
പ്രത്യേകിച്ച് CPIM-ൻ്റെ പിന്തുണയുമുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ എതിരാളി നിസ്സാരനല്ല. എന്നിരുന്നാലും ആതിരാടി നായരുടെ ഒരു ഫൈറ്റിംഗ് ചാൻസ് എന്ന് പറയും, വിജയസാധ്യത വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. വിജയിച്ചാലും പരാജയപ്പെട്ടാലും ആതിരാടി നായരെ പോലുള്ളവർ, യുവത, അതും വിദ്യാഭ്യാസമുണ്ട്, ഒരു സ്വയം ഒരു സംരംഭം തുടങ്ങി വിജയിപ്പിച്ചിട്ടുള്ള പരിചയമുണ്ട്, ഒരു മുൻകാല പ്രവർത്തന പരിചയം രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിൽ തന്നെ അതിൽ ഒരു പ്രശ്നമേ ആകില്ല. അക്കാര്യത്തിലുള്ള ഒരു പ്രവർത്തന പരിചയത്തിലുള്ള ഒരു കുറവ് തൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രശ്നമേ ആകില്ല എന്നുള്ളത് വ്യക്തമായ ധാരണയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്ന ആതിരാടി നായർ എന്തായാലും അഭിനന്ദനം അർഹിക്കുന്ന ഒരു ചുവടുവെപ്പാണ് ഈ രാഷ്ട്രീയ പ്രവേശനത്തിലൂടെ നടത്തിയിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. അത് തന്നെയാണ് ജെൻസിയും പറയുന്നത്. അതിന് തന്നെയാണ് ജെൻസി ആതിരാടി നായർക്ക് കയ്യടികൾ നൽകുന്നത്. എന്തായാലും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.